Hi friends, welcome to Hafsa's Kitchen Craft. ഓണം സ്പെഷ്യൽ റെസിപ്പികളുടെ ഭാഗമായി ഇന്ന് വെണ്ടക്ക തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കാണാൻ കഴിയും. വെണ്ടക്ക നന്നായി കഴുകി അത് ചെറുതായി മുറിക്കണം. ചെറുതായി മുറിക്കാൻ ആദ്യം 4ആയി കീറി അതിന് ശേഷം സ്ക്വയറായിട്ട് മുറിക്കണം. ഇവിടെ 1/2 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 കപ്പ് വലിയുള്ളി സ്ക്വയറായി മുറിച്ചത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, കറിവേപ്പില, 4 പച്ചമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ നിന്നും കുറവായി ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പാൻ ചൂടാക്കി അതിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇടുക. ഞാൻ എരിവിന് 2 ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞിരുന്നില്ല. ശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടാകണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായി നമുക്ക് വെണ്ടക്ക ചേർക്കാം. വെണ്ടക്ക ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പിട്ട് ഒന്നുകൂടെ വേവിക്കാം. വെണ്ടക്ക നല്ലവണ്ണം ആയിട്ടുണ്ട്. വെണ്ടക്ക പെട്ടെന്ന് വേകും. ഇനി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേവിക്കൽ നിർത്താവുന്നതാണ്. നല്ലോണം ഡ്രൈ ആയി വേണമെന്നുണ്ടെങ്കിൽ അത് നന്നായി ഡ്രൈ ആക്കിയ പിന്നെ ഇറക്കിയാൽ മതിയാവും. അതിന് ഡ്രൈ ആക്കുന്തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടുവരും. അത് അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഓണത്തിന് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഇത് വളരെ ടേസ്റ്റി ഉള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ.